നല്ല അടിപൊളി ടേസ്റ്റിൽ മീൻ കറി മുളകിട്ടതാണ് നമ്മൾ തയ്യാറാക്കുന്നത്. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ചെയ്തെടുത്താൽ. നമ്മൾ ഈ കാണുന്ന പോലെ അത്യാവശ്യം കനമുള്ള ഏത് മീനും ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് ഉപയോഗിക്കുന്ന മീൻ ഈ കാണുന്ന മീനാണ്. ഇതിൻ്റെ പേര് കുയിൽ എന്നാണ് എന്നോട് പറഞ്ഞത്. ഇത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. അത്യാവശ്യം മാംസത്തിന് കനമുള്ള എന്നാലധികം മുള്ളില്ലാത്ത നല്ലൊരു മീനാണിത്. ഇതുപോലെ ഏത് മീനും കനമുള്ളത് എടുക്കാവുന്നതാണ്. ഇനിയൊരു മൺചട്ടിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. കാരണം കറിക്കുള്ളിൽ ഇനിയും നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ടെന്നാണ് നമ്മളിപ്പോൾ 3 ടേബിൾ സ്പൂൺ. ഇത് കടുക് 1/2 ടീസ്പൂൺ. അത് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പച്ചമുളക്, വേപ്പില, ഉള്ളിയാണ്. ഈ ഉള്ളി ഒരു 20 ഉള്ളി ചതച്ചെടുത്തതാണ്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. അധികം മുരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് ചൂടായി, മീഡിയം ഫ്ലെയിമിൽ ചൂടായി ഒന്ന് കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പേസ്റ്റ് ഇല്ലെങ്കിൽ അരിഞ്ഞ് ചേർത്താലും നമുക്ക് നല്ലതാണ്. ഇതിൻ്റെയും ആ ഒരു പച്ചമണം മാറി വരുന്നവരെ അധികം സമയം വഴറ്റിയെടുക്കണ്ട. പച്ചമണം മാറി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മസാല ചേർക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതായത് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അധികം ചൂടായി കഴിഞ്ഞാൽ മുളക് പൊടി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് 3 എണ്ണം, അതുപോലെ ഒരു പഴുത്ത തക്കാളിയും ചെറുതാക്കി അരിഞ്ഞിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുടംപുളി ആവശ്യമുണ്ട്. ക്ലീനാക്കിയ മീൻ 750 ഗ്രാം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ 25 ഗ്രാം കുടംപുളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അത് ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം ആ വെള്ളവും പുളിയും ഒരുമിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ കൃത്യമായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇനി നമുക്കൊരു 1/2 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കണം. നേരത്തെ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം കനമുള്ള മീനായതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ വെന്ത് കിട്ടണം. അതുകൊണ്ടാണ് 1/2 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. അതിലേക്ക് ഈ കാണുന്ന പോലെ ഓരോ മീനും ഒന്ന് ചേർത്ത് കൊടുക്കാം. മീൻ ചേർക്കുന്നത് ഈ ഗ്രേവി തിളച്ച് പൊങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മാത്രമാണ് നമ്മൾ തിളച്ച് കഴിഞ്ഞ് വെച്ചാൽ മതി. എല്ലാ സ്ഥലങ്ങളിലേക്കും ആ ഗ്രേവിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നമ്മളൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. അത് കഴിഞ്ഞ് തുറന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ 6 മിനിറ്റ്, അങ്ങനെ മൊത്തം ഒരു 10-12 മിനിറ്റാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇതൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം, എല്ലാ സ്ഥലങ്ങളിലേക്കും ഒന്നും ആവാൻ വേണ്ടി. ഇതിപ്പോൾ 5 മിനിറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 6 മിനിറ്റ് സമയം, മൊത്തത്തിൽ 10-12 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ 12 മിനിറ്റ് സമയമായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല മണമൊക്കെ സമയത്ത് വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി തയ്യാറായിട്ടുണ്ട്. ഈ ഗ്രേവി അല്പം കൂടി ചൂടാറി കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും. പുളിയിട്ട മീനായതുകൊണ്ട് തന്നെ മിനിമം ഒരു 6-7 മണിക്കൂറിന് ശേഷം ഉപയോഗിച്ചാലാണ് നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അതാണ് ഈ മീൻ കറി പ്രത്യേകത. ചൂടോടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് തയ്യാറാക്കിയതിന് ശേഷം ഒരു 6 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് ഗ്രേവി എല്ലാം അല്പം കുറി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ചൂടാറുമ്പോൾ നല്ല കൃത്യമായ രീതിയിൽ ഗ്രേവി നമുക്ക് കിട്ടും. ലാസ്റ്റ് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 പിടി കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മീൻ മുളകിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എപ്പോഴും പറഞ്ഞു വെളുത്ത ചോറും അതുപോലെ ഈ മീൻ കറി ആണെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. നല്ല ഭംഗിയിലുള്ള കറി തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. ഇത് 10 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള മീൻ കറിയാണ്. ഇത്രയും സമയം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാംസത്തിലൊക്കെ നല്ല പുളിയും എരിവും പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി വെള്ളച്ചോറിനൊപ്പം സൂപ്പറായിരിക്കും.
ഇതുപോലെ വെള്ള ചോറിനൊപ്പം 2 കഷ്ണം മീനും ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.